അപ്പോൾ ഇതാണ് നമ്മുടെ കറി. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളി, പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, പിന്നെ മെയിനായിട്ട് നമ്മുടെ മഷ്റൂം. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഉരുളക്കിഴങ്ങ് നമുക്ക് ഇത്രയും വേണ്ട, എൻ്റെ കയ്യിലുള്ളത് വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തുന്നുള്ളൂ. പിന്നെ സവാള, പിന്നെ തക്കാളി, പിന്നെ ഇതാ നമ്മുടെ മഷ്റൂം ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ, ചതച്ചത്. ഇതപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം കരിയിക്കാൻ നിൽക്കണ്ട വെളുത്തുള്ളി. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കണം സാൾട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. സാൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ എടുക്കാം. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി കേട്ടോ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടാം. സവാള ഏകദേശം ഒന്ന് നന്നായിട്ട് വഴണ്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ നല്ല പ്രത്യേക സ്മെല്ലൊക്കെ കിട്ടും. നല്ല നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായി. അപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടു. തക്കാളി മസാല എല്ലാം നന്നായിട്ട് വഴണ്ടു. അതിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഓയിലിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ആ ടൈമിലാണ് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് നമ്മൾ അരിഞ്ഞിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഫുള്ളിടണില്ല, ഫുള്ളിട്ട് കഴിഞ്ഞാൽ അധികമായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് 5 മിനിറ്റായി. അപ്പോൾ നമുക്കിനി മഷ്റൂം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് മഷ്റൂം ഇട്ടിട്ട് ഒരു 4-5 മിനിറ്റ് നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല എല്ലാം ഉരുളക്കിഴങ്ങിലും മഷ്റൂമിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു ശരിക്കും 15 മിനിറ്റാണ് ഉരുളക്കിഴങ്ങൊക്കെ വേവാനായിട്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. കാരണം നമ്മളതിന് മുന്നേ കുറച്ച് നേരം വേവിച്ചിട്ടുണ്ടല്ലോ. കുറച്ചിട്ട് ഒരു പൊടിക്കാണ് ഞാൻ ഒഴിക്കുന്നത് വെള്ളം.
ഭയങ്കരമായിട്ട് ഒഴിക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അതുപോലെ തന്നെ വയ്ക്കാം. കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് നമ്മൾ 10 മിനിറ്റാണ് നമ്മൾ അടച്ച് വെക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതാ ഞാൻ തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഈ ടൈമിലാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു പൊടിക്ക് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ ഏകദേശം നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലൊക്കെ ഇട്ട് നമ്മൾ ചെറിയ തീയിലാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. ജസ്റ്റ് കുറച്ച് നേരം 1-2 സെക്കൻഡ് നമുക്കൊന്ന് അടുപ്പത്ത് ഇരിക്കട്ടെ. നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കണ്ടോ. ഓഫ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം ബൗളിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നല്ല ചൂടുണ്ട് സംഭവം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.